വെൽക്കം ടു ഹീനാസ് ഫ്ലവേഴ്സ്. ഇത് ഞാൻ എപ്പോഴും എന്താ പറയുക നോമ്പിനൊക്കെ ഉണ്ടാക്കുമ്പോൾ ഞാൻ വിചാരിക്കും ഒരു വീഡിയോ എടുക്കാമെന്ന്. പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും വീഡിയോ എടുത്ത് കളയാമെന്ന്. അപ്പം ഇത് വാട്ടർ മെലോണ് മുറിച്ച് ഇച്ചിരി നല്ല നൈസായി കട്ട് ചെയ്തിട്ട് അതിൽ ഞാൻ പഞ്ചസാര ആവശ്യത്തിനുള്ള പഞ്ചസാര അതിലിട്ടിട്ടുണ്ട്. എന്നിട്ടിത് നന്നായിട്ടൊന്ന് സ്മാഷ് ചെയ്തെടുക്കാം. നമ്മൾ കുഞ്ഞുകുഞ്ഞായിട്ട് നല്ലതായിട്ട് അരിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്മാഷ് ചെയ്യാൻ നിർബന്ധമില്ല, പക്ഷെ എനിക്കൊന്ന് സ്മാഷ് ചെയ്യുന്നതാണ് എനിക്കിഷ്ടം. ഞാനിതൊന്ന് സ്മാഷ് ചെയ്തിട്ട് നല്ലോണം സ്മാഷ് ചെയ്തിട്ട് ഞാനിത് ഒന്നെടുത്ത് ഫ്രിഡ്ജിൽ വെക്കട്ടെ കേട്ടോ. പഞ്ചസാര ഞാൻ ഇട്ടിട്ടുണ്ട് ആവശ്യത്തിന്. ഇനി അതിലേക്ക് വേണ്ടത് പാലാണ്. ഞാൻ പാല് തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഫ്രിഡ്ജിലിരുന്ന് തണുത്തോട്ടെ. പിന്നെ നമ്മുടെ സർജ സീഡ്സ് ഇല്ലേ, അതും ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കുറച്ച്. ഇനി ഞാനിത് തണുത്തതിന് ശേഷം ബാക്കി നോമ്പ് തുറക്കാൻ ആ ടൈം ആകുമ്പോഴത്തേനും ജ്യൂസ് ഉണ്ടാക്കുകയുള്ളൂ. ഇത് ഞാൻ എടുത്ത് ഫ്രിഡ്ജിൽ വെക്കാൻ പോവാണ്. ബാക്കി ഞാൻ അപ്പം കാണിക്കാം. ഓക്കെ, വെച്ച് വാട്ടർമെലൊക്കെ നന്നായി തണുത്തിട്ടുണ്ട്. ഇനി ഞാനതിലേക്ക് പാല് തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതതിലേക്ക് ഒഴിക്കട്ടെ. പാലൊഴിച്ചു. ഇനി ഞാൻ സർജ സീഡ്സ് വെള്ളത്തിൽ കുറച്ച് നേരം കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം ചേർന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇത് കണ്ടോ, നമ്മുടെ മൊഹബത്ത് ക സർബത്ത് റെഡി ആയിട്ടുണ്ട്. ഈ മൊഹബത്ത് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാത്തവരാരും ഉണ്ടാവില്ല. അപ്പോൾ ഇതിൻ്റെ ഭംഗി കൊണ്ടായിരിക്കും അങ്ങനെ പറയുണ്ടാവാൻ തോന്നുന്നു. എന്തായാലും സംഭവം അടിപൊളിയാണ്. ഇത് നിങ്ങൾക്ക് പലർക്കും അറിയായിരിക്കും ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. ഇത് അറിയാത്തവർക്കായിട്ടാണ്, അറിയുന്നവർ ക്ഷമിക്കുക. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കി. ഏതായാലും നോമ്പുകാലം തീരാനായി, ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം നല്ലതാണ്. നമുക്കത് സെർവിങ് ഗ്ലാസ്സിലേക്ക് മാറ്റാം. ഇത് റെഡി ആയിട്ടുണ്ട്. ഇതാണ് ഞങ്ങളുടെ നോമ്പ് തുറയുടെ മൊഹബത്ത് ക സർബത്ത്. ഇത് രണ്ട് ഗ്ലാസ്സേ ഉള്ളൂ, കാരണം ഇന്ന് മോനില്ല, ഞാൻ ഹസ്ബൻഡ് മാത്രമേ ഉള്ളൂ. മോൻ അവൻ്റെ കസിൻസൊക്കെ വന്നപ്പം അവൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലാണ് അവൻ്റെ നോമ്പ് തുറക്കാൻ പോയിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഹസ്ബൻഡ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ 2 ഗ്ലാസ് മാത്രമേ ഉള്ളൂ ഉണ്ടാക്കിയിട്ടുള്ളൂ, ഞങ്ങൾക്ക് വേണ്ടി മാത്രം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.